2022 ജനുവരി മാസം 14 തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം മുല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി 8:30 ഒരു ഫോൺ കോൾ വന്നു. ഫോൺ വിളിച്ച വ്യക്തി പറഞ്ഞത്, ഞാൻ എന്റെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ആ വീടിപ്പോ പൂട്ടിയിരിക്കുകയാണ്. വീട്ടിൽ താമസിച്ചവരെ ആരും കാണാനില്ല. എന്നാൽ ആ വീടിന്റെ മച്ചിൻപുറത്തു നിന്നും താഴേക്ക് രക്തം ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരണം എന്നാവശ്യപ്പെട്ടു. സംഭവം കേട്ട പോലീസ് ഒരു ടീമുമായി പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തെത്തി. മുല്ലൂർ പ്രദേശത്ത് ഒറ്റപ്പെട്ട ഒരു വീടായിരുന്നു അത്. പോലീസ് അവിടെ എത്തിയപ്പോ തന്നെ അതിനകം ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വയസ്സായ അമ്മ പെട്ടെന്ന് പോലീസിനെ നോക്കി ഓടി വന്നു. സാർ, ഞാനാണ് നിങ്ങളെ വിളിച്ചത്. എന്റെ വീടാണ് ഇത്. ഞാനാണ് വാടകയ്ക്ക് കൊടുത്തത്. ഇവിടെ ഒരു വയസ്സായ അമ്മയും അവരുടെ മകനും താമസിച്ചിരുന്നു. എന്നാൽ വൈകുന്നേരം മുതലേ അവരെ കാണാനില്ല. വീടും പൂട്ടിയിരിക്കുകയാണ്. അവർ അങ്ങനെ എവിടെയെങ്കിലും പോകും എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാനായി രാത്രി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് വീടിന് മുകളിലുള്ള മച്ചിൽ നിന്ന് എന്തോ ഒന്ന് ഇറ്റിറ്റ് വീഴുന്നത് പോലെ എനിക്ക് തോന്നി. കയ്യിൽ തൊട്ടു നോക്കിയപ്പോഴാണ് അത് രക്തമാണെന്ന് മനസ്സിലായത്. ഭയന്നു പോയി ഞാൻ. പെട്ടെന്ന് ഞാൻ താഴെ നോക്കി. താഴെ മുഴുവനും രക്തം തളം കെട്ടി കിടന്നിരുന്നു. അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് ഫോൺ വിളിച്ചു എന്നും പറഞ്ഞു. കൂടാതെ പോലീസുകാരെ ആ വീടിന്റെ സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു സ്ഥലത്തെത്തിയതും കൈ ചൂണ്ടി കാണിക്കുകയും ചെയ്തു. അവർ കൈ ചൂണ്ടി സ്ഥലത്തേക്ക് പോലീസും നോക്കി. അവിടെ മുഴുവനും രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ചില മണിക്കൂറുകൾക്ക് മുൻപേ അവിടെ രക്തം വരാൻ തുടങ്ങിയെന്ന് പോലീസിന് മനസ്സിലായി. ഉടൻ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കുകയും ആ ഒരു വീടും ചുറ്റുമുള്ള പ്രദേശം എല്ലാം അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. വയസ്സുള്ള റഫീഖ ബീവി, അവരുടെ മകനായ 27 വയസ്സുള്ള അവിവാഹിതനായ ഷഫീഖും ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഉടൻ തന്നെ ഒരു കോൺസ്റ്റബിൾ ഏണി എടുത്തുകൊണ്ടുവന്ന് ആ മച്ചിന് മുകളിൽ കയറി നോക്കി. അതിനുള്ളിൽ രക്തം വാർന്ന് തലയും മുഖവുമെല്ലാം ചതഞ്ഞ് വല്ലാത്ത ഒരവസ്ഥയിൽ ഒരു വയസ്സായ സ്ത്രീയുടെ ശരീരം കിടക്കുന്നത് കാണുന്നു. ഭയന്നുപോയ കോൺസ്റ്റബിൾ താഴെയുണ്ടായിരുന്ന ഉയർന്ന അധികാരികളോട് അത് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. സാർ, ഇവിടെ ഒരു മൃതദേഹമുണ്ട് എന്ന്. താഴെയുണ്ടായിരുന്ന പോലീസുകാരും വീട്ടുടമസ്ഥയെ നോക്കി, ഒരുപക്ഷെ അവരുടെ മകൻ തന്നെ ആയിരിക്കുമോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. ഈ സമയത്താണ് വീട്ടുടമസ്ഥ മറ്റൊരു കാര്യം പറഞ്ഞത്. സർ, ഈ വീട്ടിൽ ഇവർ മാത്രം അല്ല താമസിച്ചത്. മകനായ ഷഫീഖിന് ഒരു സുഹൃത്തുണ്ട്. അവന്റെ പേര് അൽ അമീൻ എന്നാണ്. അവനും ഇവരുടെ കൂടെ തന്നെയാണ് താമസിച്ചത്. അവനും 27 വയസ്സുണ്ടാകും. പക്ഷേ ഈ അൽ അമീനും റഫീഖ ബീവിക്കും ഇടയിൽ എന്തോ ഒരു തെറ്റായ ബന്ധമുള്ളതായി നാട്ടുകാരൊക്കെ സംസാരിക്കാറുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നും പറഞ്ഞു. ഇത് സത്യമാണോ എന്നറിയാനായി അയൽവാസികളോട് പോലീസ് ചോദിച്ചു. ഇങ്ങനെ ഒരു വഴിവിട്ട ബന്ധം ഇവർക്കിടയിലുള്ളതായി അയൽവാസികളിൽ ചിലർ പറയുകയും ചെയ്തു. ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ചേർന്ന് പദ്ധതിയിട്ട് റഫീഖയെ കൊന്നിട്ടുണ്ടാകുമോ എന്നാണ് പോലീസ് ആദ്യം ചിന്തിച്ചത്. ഉടൻ തന്നെ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പോകുന്ന വാഹനങ്ങൾ എല്ലാം പരിശോധിക്കാനുള്ള ഉത്തരവിട്ടു. അതേസമയം വീടിന്റെ ഉടമസ്ഥയോട് റഫീഖയുടെ ഫോൺ നമ്പർ ചോദിച്ചു. പക്ഷേ റഫീഖയുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് മകനായ ഷഫീഖിന്റെ നമ്പർ കൊടുത്തു. പോലീസ് ആ നമ്പർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ലൊക്കേഷൻ മുല്ലൂറിന് പുറത്തായിരുന്നു കാണിച്ചത്. മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഹൈവേ ആയിരുന്നു കാണിച്ചത്. ഉടൻ തന്നെ പോലീസ് കഴക്കൂട്ടം പ്രദേശത്തേക്ക് വന്ന് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഇടുകയും അവിടെ തന്നെ തീവ്രമായി പരിശോധന ആരംഭിച്ചു. രാത്രി ഒരു 11 മണിയോടുകൂടി പോലീസിനൊരു ഫോൺ കോൾ വന്നു. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോകാനുള്ള ബസ്സിൽ നിങ്ങൾ പറയുന്നത് പോലുള്ള ഒരു 2 പേരുണ്ട്. ഞങ്ങൾക്ക് എന്തോ സംശയം തോന്നി. ഞങ്ങൾ ബസ് നിർത്തിയിരിക്കുകയാണ് എന്നും പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് ആ സ്ഥലത്തെത്തി ബസ്സിനുള്ളിൽ കയറി. അതിനുള്ളിലുണ്ടായിരുന്ന ഷഫീഖിനെയും അൽ അമീനെയും പോലീസ് പിടികൂടി. എന്നാൽ ആ സമയത്താണ് പോലീസുകാർ ഇത്രയും സമയം ഒട്ടും ചിന്തിക്കാത്ത മറ്റൊരു കാര്യം സംഭവിച്ചത്. ഷഫീഖും അൽ അമീനും ഒരു സീറ്റിൽ ഇരിക്കുകയാണ്. എന്നാൽ അവർക്ക് നേരെയുള്ള മറ്റൊരു സീറ്റിൽ ഷഫീഖിന്റെ അമ്മയായ റഫീഖ ബീവി ഇരിക്കുകയാണ്. സത്യത്തിൽ ആ സമയം പോലീസുകാർക്ക് ഒന്നും മനസ്സിലായില്ല. റഫീഖ ബീവി ഇവിടെയുണ്ടെങ്കിൽ അപ്പോ ആ വീട്ടിൽ മരിച്ചു കിടക്കുന്നത് ആരാണ്? ഈ ചോദ്യം അപ്പോഴായിരുന്നു അവരുടെ മനസ്സിൽ കടന്നുകൂടിയത്. ഉടൻ തന്നെ ഈ 3 പേരെയും പിടിച്ച് വണ്ടിയിൽ കയറ്റി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മുഖം മുഴുവനും ചതഞ്ഞ അവസ്ഥയിലുണ്ടായിരുന്ന ആ മൃതദേഹം ആരെക്കൊണ്ടും അടയാളം കണ്ടെത്താനേ സാധിച്ചില്ല.
സത്യം എന്താണെന്നറിയാനായി 3 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്യാൻ തുടങ്ങി. റഫീഖ ബീവിയായിരുന്നു ആദ്യം സത്യം തുറന്നു പറയാൻ തുടങ്ങിയത്. സർ, അത് തൊട്ടടുത്ത വീട്ടിൽ താമസിച്ച ശാന്തകുമാരിയാണ്. അടുത്ത പോലീസ് ശാന്തകുമാരി ആരാണ് എന്നറിയാനുള്ള അന്വേഷണം നടത്തി. റഫീഖയുടെ വീട്ടിൽ നിന്നും ഒരല്പദൂരം മാറിയാണ് ശാന്തകുമാരി താമസിച്ചത്. വിധവയായ ശാന്തകുമാരി ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അവർക്ക് ഒരു മകനുണ്ട്. അയാൾ മറ്റൊരു നാട്ടിൽ ജോലി ചെയ്യുകയാണ്. അവരുടെ വീടിനടുത്ത് തന്നെ ചെറിയൊരു പൂന്തോട്ടമുണ്ട്. മരിച്ച ഭർത്താവിന്റെ കല്ലറ ആ പൂന്തോട്ടത്തിൽ പണിതിരുന്നു. എല്ലാ ദിവസവും ആ കല്ലറയിൽ തിരികൊളുത്തി പ്രാർത്ഥിക്കുന്നത് പതിവായിരുന്നു. ശാന്തകുമാരി അല്പം സമ്പന്ന സ്ത്രീയായിരുന്നു. കൂടാതെ അത്രയും വയസ്സായിട്ട് കൂടിയും എല്ലാ സ്വർണ്ണാഭരണങ്ങളും ധരിച്ചു മാത്രമേ എപ്പോഴും പുറത്തിറങ്ങാറുള്ളൂ. അവർക്ക് 71 വയസ്സായി. ഇത് റഫീഖ ബീവി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. റഫീഖ പോലീസിനോട് അടുത്ത് പറഞ്ഞൊരു കാര്യം അത് പോലീസിനെ പോലും ഞെട്ടിപ്പിച്ചു. ഞങ്ങൾ ഏറെ ദിവസങ്ങൾക്ക് മുൻപേ ഈ നാട്ടിൽ വന്നിരുന്നു. പലരെയും ഞങ്ങൾ നിരീക്ഷിച്ചു. ആരെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടോ, വയസ്സായവർ സമ്പന്നരായവർ ഉണ്ടോ എന്നെല്ലാം ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ശാന്തകുമാരിയെ കുറിച്ച് അറിഞ്ഞത്. അവർക്ക് വയസ്സായി, വീട്ടിലും ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരുപാട് പണവും സ്വർണവുമുണ്ട്. അതിനാൽ ശാന്തകുമാരിയെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ശാന്തകുമാരിയുടെ വീടിന് അടുത്തുള്ള വീട് തന്നെ ഞങ്ങൾ വാടകയ്ക്ക് വാങ്ങി. ഇതായിരുന്നു പോലീസുകാർക്ക് ആദ്യമുണ്ടായ ഞെട്ടൽ. ഒരാളുടെ സ്വർണ്ണാഭരണം മോഷ്ടിക്കാൻ അവർക്കടുത്തുള്ള വീട് തന്നെ വാടകയ്ക്കെടുക്കുക. അങ്ങനെ പതിയെ തൊട്ടടുത്ത് താമസിച്ച ശാന്തകുമാരിയുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, പുറത്തു പോവുക. ഇങ്ങനെ രണ്ടുപേരും നല്ല അയൽവാസികളായി മാറുന്നു. ആ ഒരു വിശ്വസ്തത മൂലം റഫീഖയുടെ വീട്ടിൽ ഇടയ്ക്കിടെ ശാന്തകുമാരി വന്നു പോകുമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം 2022 ജനുവരി മാസം 14 തീയതി ശാന്തകുമാരിയെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ശാന്തകുമാരി വീടിനുള്ളിലേക്ക് കയറിയതും തുണി കൊണ്ടുള്ള കുരുക്കിട്ട് കഴുത്ത് ഞെരിച്ച ശേഷം ചുറ്റിക കൊണ്ട് മുഖത്തടിക്കാൻ തുടങ്ങി. ഷഫീഖും അല്ലമീനും റഫീഖയും മാറി മാറി ചുറ്റിക വാങ്ങി അടിക്കാൻ തുടങ്ങി. മുഖം ചതയുന്നത് വരെ അടിച്ചു. എന്നിട്ട് സ്വർണമാല, വളകൾ, മാല, കമ്മൽ എല്ലാം മോഷ്ടിച്ച ശേഷം മൃതദേഹം വീടിന്റെ തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു. ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി ഇരിക്കുമ്പോഴാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. റഫീഖ മറ്റൊരു കാര്യം കൂടെ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇവരെ കൊല്ലണം എന്നുള്ളത് ഞങ്ങളുടെ ഏറെ ദിവസത്തെ പദ്ധതിയായിരുന്നു. അവരെ കൊല്ലണം എന്ന് പദ്ധതിയിട്ടാണ് ഞങ്ങൾ ആ വീട് വാടകയ്ക്ക് എടുത്തത് തന്നെ. അതിനുമപ്പുറം എന്ന് കൊല്ലണം എന്നും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് 3 ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചിരുന്നു. വീടിന്റെ ഉടമസ്ഥയ്ക്ക് പോലും ഇവർ വീട്ടിലെ സാധനങ്ങൾ ഒഴിപ്പിച്ചത് അറിയില്ലായിരുന്നു. അത്രത്തോളം പദ്ധതിയിട്ടായിരുന്നു ഇവർ ഈ കൊലപാതകം നടത്തിയത്. പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ വീണ്ടും പല സത്യങ്ങളായിരുന്നു അറിയാൻ സാധിച്ചത്. 2021 കോവളത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയത് ഇതേ പ്രതികൾ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി. ഷഫീഖ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. ഇങ്ങനെ ഇവരുടെ പേരിൽ പല കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് കേരളത്തെ ഏറെ നടുക്കിയ സംഭവമായി ഇത് മാറി. ഇവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാൻ തുടങ്ങി. 34 സാക്ഷികൾ, 61 രേഖകൾ, 34 തൊണ്ടി മുതലും കോടതിയിൽ ഹാജരാക്കി. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കവർച്ച എന്നീ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തി. 2024 മെയ് മാസം 21 കേരളത്തിലെ നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി ഈ 3 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. കേരള നീതിന്യായ ചരിത്രത്തിലെ സുപ്രധാന വിധി പ്രഖ്യാപിച്ചത് അന്നായിരുന്നു. സംഭവം നടന്ന 2 വർഷത്തിനുള്ളിൽ തന്നെ ഇവർക്ക് ശിക്ഷയും ലഭിച്ചു. സംസ്ഥാനത്ത് ഒരു വനിതയ്ക്ക് തൂക്കുകയർ ലഭിക്കുന്നത് ഇതാദ്യമായാണ്. അമ്മയ്ക്കും മകനും ഒരുമിച്ച് ഒരേ കേസിൽ വധശിക്ഷ ലഭിക്കുന്നുവെന്ന അപൂർവതയും ഈ ശാന്തകുമാരി കൊലക്കേസിനെ വേറിട്ട് നിർത്തുകയാണ്. ഇവർക്ക് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ അത് കേരള നീതിന്യായ ചരിത്രത്തിലെ തന്നെ അപൂർവ സംഭവമായി മാറി. നമ്മുടെ സമൂഹത്തിന് കോടതി വിധിയിലൂടെ നൽകിയ ഈ ഒരു സന്ദേശം തീർച്ചയായും മഹത്തരം തന്നെയാണ്. ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തി ഇന്നും ശിക്ഷ ലഭിക്കാതെ കിടക്കുന്ന പല കേസുകളിൽ ഇങ്ങനെയുള്ള വിധി സ്വാഗതം ചെയ്യുകയാണ്. ഇവർക്ക് 3 പേർക്കും കോടതി നൽകിയ ഈ ഒരു വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.